ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 27. കരുണ നിങ്ങൾക്കും എനിക്കും. അവൻ എല്ലായ്പ്പോഴും ഭത്സിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. സങ്കീർത്തനങ്ങൾ 103:9. COVID-19 മഹാമാരിയുടെ അനന്തര ഫലങ്ങളിലൊന്ന് യാത്രാ കപ്പലുകൾ കടലിൽ നങ്കൂരമിട്ട് യാത്രക്കാരെ ക്വാറന്റൈന് വിധേയമാക്കിയതാണ്. ചില വിനോദസഞ്ചാരികളുടെ അഭിമുഖങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലേഖനം വാൾ സ്ട്രീറ്റ് ജേർണൽ പ്രസിദ്ധീകരിച്ചു. ക്വാറന്റൈനിൽ കഴിയുന്നത് സംഭാഷണങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നത് എങ്ങനെയെന്ന് അഭിപ്രായവേളയിൽ ഒരു യാത്രക്കാരൻ, മികച്ച ഓർമ്മശക്തിയുള്ള തൻ്റെ പങ്കാളി അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പറഞ്ഞാലും തീരുന്നില്ലെന്ന് മനസ്സിലാക്കിയെന്ന് തമാശയോടെ പറഞ്ഞു. ഇതുപോലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മെ പുഞ്ചിരിപ്പിക്കുകയും നമ്മുടെ മാനുഷികതയെ ഓർമ്മിപ്പിക്കുകയും നമ്മൾ വിടേണ്ട കാര്യങ്ങളിൽ കൂടുതൽ മുറുകെ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തേക്കാം. എന്നിട്ടും നമ്മെ വേദനിപ്പിക്കുന്നവരോട് ദയോടെ പെരുമാറാൻ നമ്മെ സഹായിക്കുന്നത് എന്താണ്? സങ്കീർത്തനം 103:8 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ മഹത്വവാനായ നമ്മുടെ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുടെ സന്ദേശത്തിൻ്റെ ശ്രദ്ധേയമാണ്. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭത്സിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. നാം പ്രാർത്ഥനാപൂർവം തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായത്തിനായി അപേക്ഷിക്കുന്നത് പാപത്തെക്കുറിച്ചൊരു വിചാരമുണ്ടാവാൻ നമ്മെ സഹായിക്കും. കൃപയും കരുണയും ക്ഷമയും ഓർക്കാതെ നമ്മൾ ദോഷം ചെയ്യാൻ നിരൂപിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും. ചിന്തിക്കുക, അവർ നിങ്ങൾക്ക് ചെയ്ത ദ്രോഹത്തിൻ്റെ പേരിൽ നിങ്ങൾ ആരെയാണ് ഉപദ്രവിക്കാൻ പ്രലോഭിപ്പിക്കപ്പെട്ടത്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നത് ആരോടാണ്? ദൈവത്തിന് മഹത്വം.